ഹോൾസെയിലേഴ്സിൻ്റെ അടുത്ത് പോയി നമ്മൾ ഡയറക്റ്റായിട്ട് പോയി അങ്ങ് വാങ്ങിക്കാറില്ല. അങ്ങനെ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വലിയ ബൾക്കായിട്ട് വാങ്ങിക്കേണ്ടി വരും, വലിയ ക്വാണ്ടിറ്റീസിലൊക്കെ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ എന്താണ് ഈ ആൾക്കാരെന്ത് ചെയ്യും, അവർ റീറ്റെയിൽ ട്രേഡേഴ്സിന് കൊടുക്കും അല്ലേ. റീറ്റെയിൽ ട്രേഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കടകളിലൊക്കെ പോയി നമ്മൾ 1 2 ഒക്കെ ആയിട്ട് വാങ്ങിക്കും അല്ലേ. പക്ഷേ ഹോൾസെയിൽ എന്ന് പറയുമ്പോഴോ, നമ്മൾ അവിടെ ചെന്ന് സാധനം വാങ്ങാൻ നിന്നാൽ ഇപ്പോൾ ബെഡ്ഷീറ്റ് ആണെങ്കിൽ ഒരു 6 എണ്ണം, അതിൽ കുറഞ്ഞ് തരത്തില്ല. 6 എണ്ണം, ഓക്കെ, 6 എണ്ണമായിട്ട് നിങ്ങൾ വാങ്ങുമെങ്കിൽ ശരി എടുത്തോ എന്ന് പറയും. അപ്പം അങ്ങനെ ബൾക്കായിട്ട് വലിയ ക്വാണ്ടിറ്റീസിൽ കൂടുതലായിട്ട് കൊടുക്കുകയുള്ളൂ അവർ, അങ്ങനെ വിൽക്കാറുള്ളൂ. ദെൻ റീറ്റെയിൽ ട്രേഡേഴ്സ് എന്ന് പറയുമ്പം അത് കുറച്ച് സാധനങ്ങൾ വാങ്ങി അവർ വിൽക്കാൻ നമ്മുടെ അടുത്തുള്ള കടകളിലൊക്കെ നമ്മൾ പോകുമ്പം ഒരെണ്ണം, ഒരു ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ ഒരു കർച്ചീഫ് അങ്ങനെയൊക്കെ നമ്മൾ വാങ്ങാറില്ലേ, അതുപോലെ കേട്ടോ. അതാണ് റീറ്റെയിൽ ട്രേഡ്. ഇപ്പോൾ ഹോൾസെയിൽ ട്രേഡും റീറ്റെയിൽ ട്രേഡും ഒക്കെ നമുക്കറിയാം. ദെൻ അടുത്ത വരുന്നത് ഫോറിൻ ട്രേഡാണ്. ഫോറിൻ ട്രേഡ് ഏതാണ്? ഫോറിൻ ട്രേഡ് നമുക്കറിയാം. ഫോറിൻ ട്രേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഫോറിൻ ട്രേഡ് എക്സ്പോർട്ട്, ഇമ്പോർട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫെമിലിയർ ആയിട്ട് കേട്ടിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഫോറിൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ബിറ്റ്വീൻ പേഴ്സൺ ബിലോയിങ് ടു 2 or more countries. ഒന്നോ അതിലധികമോ രാജ്യങ്ങളിലുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ സാധനങ്ങളും സേവനങ്ങളും, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ നമ്മൾ വേറൊരു രാജ്യത്തിലുള്ള ഒന്നോ അതിലധികമോ രാജ്യങ്ങളിലുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നു ഗുഡ്സ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഫോറിൻ ട്രേഡ് എന്ന് പറയുക. ഓക്കെ, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ബിറ്റ്വീൻ പേഴ്സൺ ബിലോങ്ങിങ് ടു 2 or more countries. കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഉള്ള ആൾക്കാരുമായിട്ട് നമ്മൾ സാധനങ്ങൾ ഷെയർ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫോറിൻ ട്രേഡ് എന്ന് പറയുക. ഈ ഫോറിൻ ട്രേഡിനെ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻറ്റു 3. ദേ ആർ എക്സ്പോർട്ട്, ഇമ്പോർട്ട്, എൻട്രിപോർട്ട്. എക്സ്പോർട്ട്, ഇമ്പോർട്ട്, എൻട്രിപോർട്ട്. എന്താണ് എക്സ്പോർട്ട്? എക്സ്പോർട്ട് നമുക്കറിയാം അല്ലേ. എക്സ്പോർട്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. എങ്ങനെയാണ്? ഫോറിൻ കൺട്രീസിലേക്ക് സാധനങ്ങൾ കയറ്റി അയക്കുന്നതിനെയാണ് നമ്മൾ എക്സ്പോർട്ട് എന്ന് പറയുക അല്ലേ. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഇവിടുന്ന് പല സാധനങ്ങളും നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പല സാധനങ്ങളും നമ്മൾ അന്യരാജ്യത്തേക്ക് കയറ്റി അയക്കാറുണ്ടല്ലേ. അതിന് ഫോർ എക്സാമ്പിൾ കാഷ്യൂ നട്ട്സ് അല്ലേ. കാഷ്യൂ നട്ട്സ് നമ്മുടെ രാജ്യത്തുള്ളതാണ്. രാജ്യത്ത് ഒരുപാടായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ചില സിറ്റീസിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളാണ്. ഇതിന് അവിടെ നിന്നും എങ്ങോട്ടേക്കാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്? മറ്റു രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ അതിനെയാണ് എക്സ്പോർട്ട് ചെയ്യുക എന്ന് പറയുക. മറ്റു കൺട്രീസിലേക്ക് കയറ്റി അയക്കുക, അതിനെയാണ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സെയിൽ ഓഫ് ഗുഡ്സ് ടു ഫോറിൻ കൺട്രീസ്. ദെൻ ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം ഫോറിൻ കൺട്രീസ്. ചില സാധനങ്ങളൊക്കെ നമ്മൾ പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളായിരിക്കും, അത് നമ്മൾ ഇങ്ങോട്ടേക്ക് വാങ്ങും. നമ്മുടെ രാജ്യത്തിലേക്ക് വേണ്ടിയിട്ട് കച്ചവടം ചെയ്യാനായിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വാങ്ങിക്കുന്നതിനെയാണ് ഇമ്പോർട്ട് എന്ന് പറയുക. അപ്പോൾ എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് സാധനങ്ങൾ അങ്ങോട്ടേക്ക് കയറ്റി അയക്കുകയും, ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ മറ്റൊരു രാജ്യത്ത് നിന്നും സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് വിൽക്കാനായിട്ട് കൊണ്ടുവരിക, അതിനെയാണ് ഇമ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി ഒരെണ്ണം ഉണ്ട്, എൻട്രി പോർട്ട്. എന്താണ് എൻട്രി പോർട്ട്? അതധികം കേൾക്കാൻ സാധ്യതയില്ല, കൊമേഴ്സ് പഠിച്ചവർക്കാണ് കൂടുതലായിട്ട് അറിയാവുന്നത്. അപ്പോൾ എൻട്രി പോർട്ട് അതെന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു രാജ്യത്തിൽ നിന്നും സാധനങ്ങളും ഇങ്ങോട്ടേക്ക് വാങ്ങിയിട്ട് ഇതിനെ നേരെ ഇതേപടി മറ്റൊരു രാജ്യത്തേക്ക് കയറ്റി അയക്കുന്നു. ഇതിനെയാണ് എൻട്രി പോർട്ട് എന്ന് പറയുക. മറ്റൊരു സ്ഥലത്തേക്ക് വിൽക്കുന്നു. ദാറ്റ് ഈസ് ഇമ്പോർട്ടിംഗ് ഗുഡ്സ് ഫ്രം ഓൺ കൺട്രി ആൻഡ് ടു എക്സ്പോർട്ടിംഗ് ദ സെയിം ടു അനദർ കൺട്രി. നമ്മൾ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ഇതേ ഗുഡ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റൊരു രാജ്യത്തേക്ക് കയറ്റി അയക്കുന്നു, വിൽക്കാനായിട്ട് കയറ്റി അയക്കുന്നു. അതിനെയാണ് നമ്മൾ എൻട്രി പോർട്ട് എന്ന് പറയും. അപ്പോൾ ഈ 3 എണ്ണം മനസ്സിലായല്ലോ, എക്സ്പോർട്ട്, ഇമ്പോർട്ട് ആൻഡ് എൻട്രി പോർട്ട്. ഇത് 3ഉം സിമ്പിളാണ്. ഇത് 3ഉം സിമ്പിളാണെങ്കിലും നമ്മൾ മസ്റ്റായിട്ടും ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഇത് 3ഉം കഴിഞ്ഞു. ദെൻ ഇനി വരുന്ന ടൈപ്സ് ഓഫ് ട്രേഡിംഗ് ആണ്. ഹോം ട്രേഡ്, ടൈപ്സ് ഓഫ് ട്രേഡിങ്ങിൻ്റെ നമ്മുടെ മൊത്തം ചാർട്ടാണ് കേട്ടോ, മൊത്തം ചാർട്ടാണ്. ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് ട്രേഡിംഗ്? ഏതൊക്കെയാണ്? ഒന്ന് ഹോം ട്രേഡ്, ഫോറിൻ ട്രേഡ്. ദെൻ ഹോം ട്രേഡിനെ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻറ്റു ഹോൾസെയിലേഴ്സ് ആൻഡ്
റീറ്റെയിലേഴ്സ്. ഹോൾസെയിലേഴ്സ് എന്ന് പറഞ്ഞാൽ ബൾക്ക് ക്വാണ്ടിറ്റീസിൽ സ്റ്റോർ ചെയ്ത് വെക്കുക, റീറ്റെയിലേഴ്സ് സ്മോൾ ക്വാണ്ടിറ്റീസിൽ വാങ്ങിച്ചു വെക്കും സാധനങ്ങളും സേവനങ്ങളും. ദെൻ ഫോറിൻ ട്രേഡ് എന്ന് പറയുന്നത് വീണ്ടും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. എക്സ്പോർട്ട്, ഇമ്പോർട്ട്, എൻട്രി പോർട്ട്. എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തു നിന്നും സാധനങ്ങളെ അങ്ങോട്ടേക്ക് മറ്റൊരു രാജ്യത്തേക്ക് കയറ്റി അയക്കുന്നതിന് എക്സ്പോർട്ട് എന്ന് പറയും. ഇമ്പോർട്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്നും സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരിക, അതിന് ഇമ്പോർട്ട് എന്ന് പറയും. എൻട്രി പോർട്ട് എന്ന് പറയുന്നത് മറ്റൊരു സ്ഥലത്തു നിന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന സാധനത്തെ ഇതേപടി നമ്മൾ വേറൊരു രാജ്യത്തിലേക്ക് വിൽക്കാനായിട്ട് കയറ്റി അയക്കുന്നു, അതിനെയാണ് എൻട്രി പോർട്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇത്രയാണ് ടൈപ്സ് ഓഫ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു ചാർട്ട് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്ത ഇതിൻ്റെ മെയിൻ നമുക്ക് ഈ ഒരു കൊമേഴ്സിൽ പഠിക്കേണ്ട അടുത്ത ഒരു ഇതാണ് എയ്ഡ്സ് ടു ട്രേഡ് അല്ലെങ്കിൽ ഓക്സിലറീസ് ടു ട്രേഡ്. ഓക്കെ, അപ്പോൾ എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചില ഹെൽപ്പിംഗ്, നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ടിങ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതിനെയാണ് നമ്മൾ എയ്ഡ്സ് എന്ന് പറയുന്നത്. അപ്പം ട്രേഡിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, നമ്മൾ ട്രേഡിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കുറേ സാധനങ്ങളുണ്ട്, കുറേ സർവീസസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഓക്സിലറീസ് ടു ട്രേഡ് അല്ലെങ്കിൽ എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറയുക. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ട്രാൻസ്പോർട്ട്, ഫസ്റ്റ് വൺ ഈസ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് എന്തിനാണ്? ആദ്യം നമ്മൾ പറഞ്ഞു കൊമേഴ്സിൻ്റെ ഫങ്ഷൻസിൽ നമ്മൾ പറഞ്ഞു റിമൂവൽ ഓഫ് ഹിൻഡ്രൻസസ് ഓഫ് പേഴ്സൺ ആൻഡ് പ്ലേസ്. ഇത് രണ്ടും ഉൾപ്പെടുന്നതാണ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഓക്സിലറീസ് അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ടിംഗ് സർവീസാണ് നമ്മളെ ഏതിൽ നിന്നും ഹെൽപ്പ് ചെയ്യുന്നത്? ദിസ് ഹെൽപ്സ് ടു റിമൂവ് ദ ഹിൻഡ്രൻസ് വിത്ത് പ്ലേസ് ആൻഡ് പേഴ്സൺ. ഒരു വ്യക്തിയും ഒരു സ്ഥലവും തമ്മിലുള്ള അകലത്തെ സാധൂകരിക്കുക അല്ലെങ്കിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സർവീസാണ് ഏത്? ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ ദ സെക്കൻഡ് വൺ ഈസ് ബാങ്കിങ് ആൻഡ് ഫിനാൻസ്. ബാങ്കിങ് ആൻഡ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് ഫണ്ട്സ് ഫോർ ബിസിനസ് എന്റർപ്രൈസസ് സച്ച് ആസ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്, ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റീസ് എക്സെട്ര. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ കൊമേഴ്സിൻ്റെ ഫങ്ഷൻ പഠിച്ചപ്പോൾ ഹിൻഡ്രൻസസ് ഓഫ് റിസ്ക് എന്ന് പറഞ്ഞു അല്ലേ? റിമൂവൽ ഓഫ് ഹിൻഡ്രൻസസ് ഓഫ് റിസ്ക് എന്നൊരു ഫങ്ഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വരുന്നതാണ് നമ്മളെ സപ്പോർട്ടിംഗ് സർവീസ്. അങ്ങനെയുള്ള റിസ്ക് എന്ന് പറയുന്ന ഫാക്ടറിൽ നിന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിനാൻസ് എന്ന് പറയുന്ന ഹിൻഡ്രൻസസ് ഓഫ് റിമൂവൽ ഓഫ് ഫിനാൻസ് എന്ന് പറയുന്ന ആ ഒരു ഫങ്ഷനിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളെ സർവീസസ് ആണ് ഇത് ഈ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് എന്ന് പറയുന്ന സർവീസ്. അവരാണ് നമുക്ക് വേണ്ട എന്ത് ചെയ്യുന്നത്? നമുക്ക് ഫിനാൻസ് എന്ന് പറയുന്ന ആ ഒരു തടസ്സം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ബാങ്കും മറ്റ് സ്ഥാപനങ്ങളും നമുക്ക് എന്ത് ചെയ്യുന്നു? ഫണ്ട് തരുന്നു അല്ലേ? പല രീതിയിൽ ഫണ്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. എങ്ങനെയൊക്കെയാണ്? സച്ച് ആസ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്, ക്രെഡിറ്റ് ഫെസിലിറ്റീസ്. നമുക്കറിയാം ലോണായിട്ടും അഡ്വാൻസസ് ഒക്കെ ആയിട്ടും പിന്നെ അതുപോലെ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കടമായിട്ടൊക്കെ. ക്രെഡിറ്റ് ഫെസിലിറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി, അങ്ങനെ ഒരുപാട് സഹായങ്ങൾ ഈ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് എന്ന് പറയുന്ന ഓക്സിലറീസ് അല്ലെങ്കിൽ നമ്മുടെ സർവീസസ് നമുക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? Then third one is insurance. It provides protection against fire, theft, damage, etc. Insurance. നമ്മൾ നേരത്തെ പറഞ്ഞു റിമൂവൽ ഓഫ് ഹിൻഡ്രൻസസ് ഓഫ് റിസ്ക്. അതാണ് ഈ ഒരു സർവീസ് ചെയ്യുന്നത്. അതിന് നമുക്ക് അങ്ങനെയുള്ള തടസ്സങ്ങൾ, റിസ്കിൽ നിന്നുമുള്ള ഇങ്ങനെ ഉണ്ടാകുന്ന ഏതൊക്കെ റിസ്ക്കാണ്? തീപിടുത്തം, മോഷണം, ചീത്തയായി പോവുക, ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു റിസ്കിൽ നിന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സപ്പോർട്ടിംഗ് സർവീസ് ഏതാണ്? ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസ് കമ്പനികളാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ദെൻ ഫോർത്ത് വൺ ഈസ് വെയർഹൗസിംഗ്. ഇറ്റ് ഹെൽപ്സ് ദ ബിസിനസ് ടു സ്റ്റോർ ഇറ്റ്സ് ഗുഡ്സ് ഇൻ ഗുഡ് കണ്ടീഷൻ അൺടിൽ ദേ ആർ സോൾഡ്. വിൽക്കുന്നത് വരെ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്ത് അത് ഏത് സമയത്താണോ വിൽക്കുന്നത് ആ വിൽക്കുന്ന സമയം വരെയും നമ്മളെ സാധനങ്ങളെ പ്രൊഡക്റ്റിനെ സേഫായിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ആര് സഹായിക്കുന്നു? ഈ വെയർഹൗസ് ഫെസിലിറ്റി നമ്മളെ സഹായിക്കുന്നുണ്ട് കേട്ടോ.
അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും സീസണലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മുടെ ഈ വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ സമയത്തേക്ക് എടുക്കുക. അപ്പോൾ ആ ഒരു സർവീസാണ് വെയർ ഹൗസിങ് എന്ന് പറയുന്ന ഈ ഒരു നമുക്ക് ചെയ്യുന്നത് കേട്ടോ, സർവീസ്. ദെൻ ഫിഫ്ത്ത് വൺ ഈസ് അഡ്വർടൈസിങ്. It helps in providing information about goods and services to customers and also promotes sales. അല്ലേ? അഡ്വർടൈസിങ് നമുക്കറിയാം. അഡ്വർടൈസിങ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ സാധനങ്ങളെയൊക്കെ വിൽക്കാൻ സഹായിക്കുന്നു, അതുപോലെയുള്ള അതിനെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുന്നു. ഇങ്ങനെയുള്ള സാധനങ്ങളുടെ ഇൻഫോർമേഷൻസ്, ഗുഡ്സിനെയും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഗുഡ്സിനെ കുറിച്ചും സർവീസസിനെ കുറിച്ചും ഒക്കെ നമ്മുടെ പബ്ലിക്കിനെ അറിയിക്കാനുള്ള സഹായം ചെയ്യുന്നുണ്ട് ഈ അഡ്വർടൈസിങ് എന്ന് പറയുന്ന, അല്ലേ? പ്രൊമോട്ട് സെയിൽസ്. അതോടൊപ്പം തന്നെ സെയിൽസിനെ പ്രൊമോട്ടും ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ എയ്ഡ്സ് ടു ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും നോക്കി വയ്ക്കുക. ഈ ഒരു സർവീസസ്, ഇത്രയും സർവീസസ് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി, എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ചെയ്യുന്നതെന്ന് കൂടി നമ്മൾ ഓർക്കുക കേട്ടോ. എയ്ഡ്സ് ടു ട്രേഡ്. ദെൻ അടുത്ത വരുന്ന നമ്മുടെ ഹെഡിങ്, അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് ആണ്. ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ മാർക്കറ്റ് സ്റ്റാൻഡിങ്, അല്ലേ? എന്തൊക്കെയാണ് ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് ബിസിനസ്സിൻ്റെ ലക്ഷ്യങ്ങൾ? നമ്മളൊരു ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ പറയുന്നത്, മാർക്കറ്റിലൊരു സ്പേസ് കിട്ടുക, അല്ലേ? മാർക്കറ്റ് സ്റ്റാൻഡിങ്, പൊസിഷൻ ഓഫ് എൻ്റർപ്രൈസ് അഗെയിൻസ്റ്റ് ഇറ്റ്സ് കോമ്പറ്റീറ്റേഴ്സ്. മറ്റ് കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബേസ് ഉണ്ടാക്കിയെടുക്കുക, മാർക്കറ്റ് സ്റ്റാൻഡ്. അത് തന്നെയാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ബിസിനസ്സിൻ്റെ ഫസ്റ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും മാർക്കറ്റിലൊരു ബെസ്റ്റ് പ്ലേസ് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് മാർക്കറ്റ് സ്റ്റാൻഡിങ്, പൊസിഷൻ ഓഫ് എൻ്റർപ്രൈസസ് എഗെയിൻസ്റ്റ് ഇറ്റ്സ് കോമ്പറ്റീറ്റേഴ്സ്. ദെൻ സെക്കൻഡ് വൺ ഈസ് ഇന്നോവേഷൻ. ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയ നമ്മൾ പറഞ്ഞു ഓൾറെഡി നമുക്ക് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും നമ്മൾക്ക് എന്താ അവരെക്കാളും മുന്നിട്ട് നമുക്ക് നിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പുതിയ ഇന്നോവേഷൻസ് കൊണ്ടാണ്. ഇന്നോവേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ ടൈപ്പ് പ്രൊഡക്ട്സ് മാത്രം ഉണ്ടായിക്കൊണ്ടിരിക്കാതെ നമ്മൾ പുതിയ ഐഡിയാസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആദ്യ കാലങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആ ചെറിയ കീപാഡ് ഫോൺസ് ആയിരുന്നു, അല്ലേ? അപ്പോൾ ആ ഒരു ടെക്നോളജി, ആ ഒരു ഇതും ചേഞ്ച് ഓരോ കാലം കഴിയും തോറും അതിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരുന്നു, അല്ലേ? ഓരോ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇപ്പം ആരെങ്കിലും ആ കീപാഡ് ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല, വളരെ ചുരുക്കം ചില ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടാവും. എന്നാൽ ഇന്ന് ഇതാ ഏതൊരു സ്റ്റേജിലാണ് എത്തിയിരിക്കുന്നത്? ആ ഒരു പുതിയ, നമ്മളിപ്പോൾ എല്ലാം ടച്ചാണ്, അല്ലേ? ആ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് നിൽക്കുകയാണ് നമ്മളിപ്പോൾ. അപ്പോൾ അതുപോലുള്ള ഇന്നോവേഷൻസ് കൊണ്ടുവരിക, പുതിയ ന്യൂ ഐഡിയാസ് കൊണ്ടുവരിക. അങ്ങനെ അതിനെയാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരേ തരത്തിലുള്ള മെത്തേഡ്സും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പ്രൊഡക്ട്സും മാത്രം കൊണ്ടുപോകാതെ പുതിയ ന്യൂ ഐഡിയാസ് കൊണ്ടുവരിക. അതാണ് രണ്ടാമത്തെ ഇന്നോവേഷൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ്സ് പറയുന്നത്. ദെൻ തേർഡ് വൺ ഈസ് പ്രൊഡക്ടിവിറ്റി ടു എൻഷുവർ കണ്ടിന്യൂസ് സർവൈവൽ ആൻഡ് പ്രോഗ്രസ്. എന്താണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ? എന്താണ്, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സർവൈവൽ ഉണ്ട്, അല്ലേ? നമുക്ക് ഒരു തവണത്തേക്ക് മാത്രമല്ല, നമുക്ക് എപ്പോഴും കുറേ കാലം നിലനിൽക്കണം, അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉറപ്പ് ഉണ്ടാക്കിയെടുക്കുക. അതായത് നമുക്ക് പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ടാവാം. അപ്പോൾ കോസ്റ്റ് കൂടും, അങ്ങനെയൊക്കെ കോസ്റ്റ് കൂടുമ്പം പ്രൊഡക്ഷൻ കുറയും, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിനെ ഒന്നും അഫക്റ്റ് ചെയ്യാതെ നമുക്ക് എന്താണ് ഒരു നിലനിൽപ്പുണ്ടാക്കിയെടുക്കുക. കുറേ കാലം നമ്മുടെ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബിസിനസ് നിന്നു പോകുമെന്നുള്ള ആ ഒരു ഉറപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ടു എൻഷുർ കണ്ടിന്യൂസ് സർവൈവൽ ആൻഡ് പ്രോഗ്രസ്. എപ്പോഴും ഒരു നല്ല നമുക്ക് സ്ഥിരമായിട്ടൊരു നിലനിൽപ്പ്, അതിലുപരി എന്താണ് പ്രോഗ്രസ്, ഓരോ മാറ്റങ്ങൾ, പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കുക. അതാണ് ബിസിനസ്സിൻ്റെ മൂന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. ദെൻ
Fourth one is physical and financial resources. Physical and financial resources എന്ന് പറഞ്ഞാൽ എന്താണ്? Enterprise must aim at acquiring resources like physical resources and financial resources. അല്ലേ? എന്താണ്? നമുക്ക് ഒരു എൻ്റർപ്രൈസ് അല്ലെങ്കിൽ ഒരു ബിസിനസ് നിന്ന് പോകണമെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള മെഷീൻസും റിസോഴ്സസും ഒക്കെ നമുക്ക് ആവശ്യമുണ്ട് അല്ലേ? ഫിസിക്കൽ റിസോഴ്സസ് ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഒക്കെ വേണം. അതായത് ഫിസിക്കൽ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്ലാന്റ്, മെഷീൻസ്, ഇങ്ങനെയുള്ളതൊക്കെ വേണം അല്ലേ? പുതിയ പുതിയ ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ചിട്ടുള്ള പ്ലാന്റ് നമുക്ക് വേണം. പ്ലാന്റ്, മെഷീൻസ് ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അല്ലേ? അപ്പം പിന്നെന്താ? ഫിനാൻഷ്യൽ റിസോഴ്സ് എന്ന് പറയുമ്പോൾ ഫണ്ടാണ് അല്ലേ? അതിനനുസരിച്ചിട്ടുള്ള പണവും നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇത് രണ്ടിനെ സംബന്ധിച്ച് നമുക്ക് ഈ ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ടെക്നോളജി മാറുന്നതിനനുസരിച്ച് നമുക്ക് ഈ പറയുന്ന സാധനങ്ങളൊക്കെ നമുക്ക് കൂടിയേ തീരും. അപ്പം അത് നമ്മുടെ ഒബ്ജക്റ്റീവ്സ്, നമ്മുടെ ബിസിനസ്സിൻ്റെ 4ാമത്തെ ഒബ്ജക്റ്റീവ്സ് ആണ്. ദെൻ അടുത്തത് നമുക്കെല്ലാം അറിയാം, ബിസിനസ്സിൻ്റെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് എന്താണ്? മണിയും പിന്നെന്താണ്? സർവൈവൽ, നിലനിൽപ്പ് അല്ലേ? ഈ 2 ഫാക്ടേഴ്സും നമുക്ക് വളരെ അത്യാവശ്യമുള്ള 2 കാര്യങ്ങളാണ്. ഇത് ഉണ്ടാക്കിയെടുക്കുക, അതാണ് ബിസിനസ്സിലൂടെ അടുത്ത ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ബിസിനസ്സിൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഏർണിംഗ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ മണി. അതേപോലെ തന്നെ മണി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കമ്പനിക്ക് നിലനിൽപ്പുള്ളൂ അല്ലേ? ഒരു ബിസിനസ്സിന് നിലനിൽപ്പുള്ളൂ. അപ്പോൾ ഇത് 2ഉം ഉറപ്പാക്കുക. അപ്പോൾ ഏർണിംഗ് പ്രോഫിറ്റ്. ദെൻ അടുത്ത ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മാനേജർ പെർഫോമൻസ്. ദ enterprises must actively work for motivating and developing the managers. അപ്പം നമുക്ക് മാനേജേഴ്സ് ഉണ്ടാവും അല്ലേ? ബിസിനസ്സിൽ മാനേജ് ചെയ്യാൻ വേണ്ടി ഒരാളുണ്ടാവും അല്ലേ? മാനേജേഴ്സ്. അപ്പം ആ മാനേജറിനെ നമ്മൾ എന്ത് ചെയ്യണം? മോട്ടിവേറ്റ് ചെയ്യണം. അതേപോലെ അയാൾക്ക് വേണ്ട ട്രെയിനിങ്. ഇപ്പം ടെക്നോളജി മാറുമെന്ന് പറഞ്ഞല്ലേ? ഓരോ ടൈമിലും മാറുന്ന ടെക്നോളജിക്ക് അനുസരിച്ച് നമ്മുടെ മാനേജറും അതിനനുസരിച്ച് എന്തായിരിക്കണം? അയാൾക്കും ട്രെയിനിങ് കിട്ടിയിരിക്കണം. എന്നാൽ മാത്രമേ അയാൾക്ക് അതനുസരിച്ച് മുന്നോട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പം അങ്ങനെയുള്ള നമ്മുടെ മാനേജറിൻ്റെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള എന്ത് ചെയ്യണം? മോട്ടിവേഷൻ കൊടുക്കണം. അതുപോലെ ഡെവലപ്പ് ചെയ്യാനുള്ള ട്രെയിനിങ് ഫെസിലിറ്റീസ് കൊടുക്കണം. ഇതൊക്കെ നമ്മുടെ ബിസിനസ്സിൻ്റെ ലക്ഷ്യങ്ങളാണ്. ദെൻ അടുത്തത് വരുന്ന വർക്കർ പെർഫോമൻസ്. അതുപോലെ തന്നെ മസ്റ്റ് എയിം അറ്റ് ഇംപ്രൂവിങ് ഇറ്റ്സ് വർക്കേഴ്സ് പെർഫോമൻസ്. ഈ മാനേജറിൻ്റെ പെർഫോമൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ തന്നെയാണ്, അത്രത്തോളം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വർക്കറിൻ്റെ പെർഫോമൻസ്. ഓക്കെ, അപ്പം അതും കൂടെ നമ്മൾ ഉറപ്പാക്കണം. വർക്കറിൻ്റെ പെർഫോമൻസ് കൂടി നമ്മൾ ഉറപ്പാക്കണം. എന്നാൽ മാത്രമേ ഒരു കമ്പനി നമുക്ക് മുന്നോട്ട് അവരും കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗമാണ് ഈ വർക്കേഴ്സും. അവരും നമ്മുടെ ഓരോ മാറ്റങ്ങൾക്കനുസരിച്ച് അവരും നല്ല വെൽ ട്രെയിൻഡ് ആയിരിക്കണം. എന്നാൽ മാത്രമേ സാധിക്കുള്ളൂ. സോ വർക്കർ പെർഫോമൻസ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് എ ബിസിനസ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ചുമ്മാ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് എങ്ങനെയും കുറച്ച് കാശുണ്ടാക്കാം എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റിയോടെ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. പകരം എന്താണ്? അതിനകത്ത് നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമുക്കൊരു സൊസൈറ്റി ഉണ്ട് അല്ലേ? നമ്മുടെ സൊസൈറ്റിക്ക് ദോഷമല്ലാത്ത രീതിയിലുള്ള എന്തെങ്കിലും ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കണം. അതാണ് പ്രോഫിറ്റ് ഉണ്ടാക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അതല്ലാതെ നമ്മുടെ സൊസൈറ്റിയെ നശിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ബിസിനസ് ഉണ്ടാക്കി അതിൽ നിന്നും പ്രോഫിറ്റ് നേടാൻ അനുവദിക്കുമോ? നമ്മുടെ സൊസൈറ്റി അനുവദിക്കുമോ? നമ്മുടെ ലീഗൽ ഫോർമാലിറ്റീസ് ഒക്കെ നടത്തുന്നുണ്ടല്ലേ, അതൊക്കെ അനുവദിക്കുമോ? നമുക്ക് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള സൊസൈറ്റിയോട് നമുക്കൊരു റെസ്പോൺസിബിലിറ്റി, ബിസിനസ്സിന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ കറക്റ്റായിട്ട് ഉണ്ടാക്കി എടുക്കണം. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. Contribute resources for solving social problems and work in a socially desirable manner. എന്താണ്? നമുക്ക് സൊസൈറ്റിയോട് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാകും. അതായത് നമുക്ക് ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിലൂടെ നമുക്ക് കുറച്ച് എംപ്ലോയ്മെൻറ്റ് ഫെസിലിറ്റീസ് സൊസൈറ്റിക്ക് കൊടുക്കുന്നുണ്ടല്ലേ? എംപ്ലോയ്മെൻറ്റ് ഫെസിലിറ്റീസ് കൊടുക്കുന്നു. അതുപോലെ പബ്ലിക്കിന് കുറച്ച് സാധനങ്ങളും സേവനങ്ങളും ഒക്കെ കുറഞ്ഞ വിലയ്ക്ക്, കൊള്ള വിലയ്ക്കല്ല, കുറഞ്ഞ വിലയ്ക്ക് നമ്മൾ നൽകണം. ഇതൊക്കെ നമ്മളെ ബിസിനസ്സിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് കേട്ടോ.
അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് റിസ്ക് ആണ്. ബിസിനസ് റിസ്ക് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. റിസ്ക് എന്ന് പറയുന്നത് ബിസിനസ്സിൽ എപ്പോഴും ഉള്ള ഒരു ഫാക്ടറാണ് റിസ്ക് എന്ന് പറയുന്നത്. ഏത് രീതിയിലും നമുക്ക് റിസ്ക് നമ്മളെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. സോ അങ്ങനെയുള്ള ഏതൊക്കെ തരത്തിലുള്ള റിസ്ക് ആണ് സാധാരണയായിട്ട് ബിസിനസ്സിന് ഉണ്ടാകാറുള്ളത് എന്നുള്ള ഒരു ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് സ്പെക്കുലേറ്റീവ് റിസ്ക് ആണ് അല്ലേ. ടൈപ്സ് ഓഫ് റിസ്ക് എത്രയുണ്ട്? ടൈപ്സ് ഓഫ് റിസ്ക് സ്പെക്കുലേറ്റീവ് റിസ്ക് ആൻഡ് പ്യുവർ റിസ്ക്. ഓക്കെ, സ്പെക്കുലേറ്റീവ് എന്നും പ്യുവർ റിസ്ക് എന്നും രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ രണ്ടെണ്ണം നമുക്ക് നോക്കാം. സ്പെക്കുലേറ്റീവ് റിസ്ക് എന്ന് പറഞ്ഞ ഏതാണ്? ഇറ്റ് അറൈസസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ചേഞ്ചസ് ഇൻ ടേസ്റ്റ് ആൻഡ് ട്രെൻഡ്സ് ഓഫ് കസ്റ്റമേഴ്സ്. എന്താണ് സ്പെക്കുലേറ്റീവ് റിസ്ക് എന്ന് പറഞ്ഞാൽ? എന്താണ് ഇത് സാധാരണയായിട്ട് ഉണ്ടാകാറുള്ളത് എപ്പോഴാണ്? ഇത് സാധാരണ നമ്മുടെ ഡിമാൻഡിലോ അല്ലെങ്കിൽ ചില സാധനങ്ങളോട് ചില ആൾക്കാർക്ക് ചില സമയങ്ങളിൽ ഡിമാൻഡ് ഉണ്ടാവും അല്ലേ, അതിനനുസരിച്ച് അതിൻ്റെ സപ്ലൈയും കൂടും അല്ലേ. അപ്പം നേരെ മറിച്ച് മറ്റ് ചില സാഹചര്യങ്ങളിൽ ഒരു പ്രൊഡക്റ്റിനോടുള്ള ഡിമാൻഡ് കുറയും, മറിച്ച് വേറൊന്നിനോടുള്ള കൂടും. അപ്പം ഇങ്ങനെയുള്ള ഒരു ഫ്ലക്ച്വേഷൻസ് വരുന്നുണ്ടല്ലേ, ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള ഒരു ഫ്ലക്ച്വേഷൻ വരുന്നുണ്ട്. ആ ഒരു ചേഞ്ചസ് കാരണം, അല്ലാതെ ടേസ്റ്റ്, കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് മാറി. കസ്റ്റമേഴ്സിന് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ഫോൺ, നമ്മൾ പണ്ട് എന്താ പറയുക, കീപാഡ് ഫോൺ, ആ ഫോണിനോട് ഇപ്പം ആർക്കെങ്കിലും വലിയ താല്പര്യമുണ്ടോ? ഇല്ല അല്ലേ. പണ്ടൊക്കെ നമ്മൾ റെഫ്യൂസായിട്ട് പണ്ടുള്ള ആൾക്കാർ അതാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ആരെങ്കിലും അത് ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല, വളരെ ചുരുക്കം ചില ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അതിൽ നിന്നും നമ്മുടെ കസ്റ്റമേഴ്സിന് ടേസ്റ്റ് മാറി അല്ലേ, നമ്മുടെ താല്പര്യങ്ങൾ മാറി. അപ്പോൾ ആ താല്പര്യങ്ങൾ മാറുന്നത് കൊണ്ടും ദെൻ ട്രെൻഡ് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ ട്രെൻഡ് ഓരോ സമയത്തും ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുന്നു അല്ലേ. അങ്ങനെ ആ ട്രെൻഡ് മാറുന്നത് കൊണ്ടും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള നഷ്ടങ്ങൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പെക്കുലേറ്റീവ് റിസ്ക് എന്ന് പറയുക. ഇങ്ങനെയുള്ളതെല്ലാം ഉൾപ്പെടുന്നതാണ് സ്പെക്കുലേറ്റീവ് റിസ്ക്. ഇറ്റ് അറൈസസ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ചേഞ്ചസ് ഇൻ ടേസ്റ്റ് ആൻഡ് ട്രെൻഡ്സ് ഓഫ് കസ്റ്റമേഴ്സ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം സംഭവിക്കുന്ന റിസ്കിനെയാണ് നമ്മൾ സ്പെക്കുലേറ്റീവ് റിസ്ക് എന്ന് പറയുക. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പ്യുവർ റിസ്ക്. പ്യുവർ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് കാരണം ഉണ്ടാകും? ഇതൊന്നുമല്ല, ഫ്ലഡ്, സ്ട്രൈക്ക്, തെഫ്റ്റ്, ഇങ്ങനെയുള്ള ഒട്ടും പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്ന റിസ്കിനെയാണ് നമ്മൾ പ്യുവർ റിസ്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഫയർ, തെഫ്റ്റ്, ഫ്ലഡ് എറ്റ്സെട്ര. ഓക്കെ, അൺഎക്സ്പെക്റ്റഡ്, ഇറ്റ് അറൈസസ് ഡ്യൂ ടു സം അൺഎക്സ്പെക്റ്റഡ് ഈവൻറ്റ്സ്. ഓക്കെ, അപ്പോൾ പ്യുവർ റിസ്ക്കും സ്പെക്കുലേറ്റീവ് റിസ്ക്കും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തത് കോസസ് ഓഫ് റിസ്ക് ആണ്. കോസസ് ഓഫ് റിസ്ക്, നാച്ചുറൽ കോസസ്. നാച്ചുറൽ കോസസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഡ്യൂ ടു നാച്ചുറൽ കലാമിറ്റീസ്. സാധാരണയായിട്ട് നാച്ചുറൽ കോസസ് എന്ന് പറയുമ്പം നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ട് അല്ലേ. ഏതൊക്കെയാണ് നാച്ചുറൽ കലാമിറ്റീസ്? ഫ്ലഡ്, ഫയർ, എർത്ത് ക്വേക്ക്, അങ്ങനെയുള്ള കാരണങ്ങൾ കാരണം ഉണ്ടാകുന്ന നഷ്ടങ്ങൾ, ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിനെയാണ് നമ്മൾ നാച്ചുറൽ കലാമിറ്റീസ് അല്ലെങ്കിൽ നാച്ചുറൽ കോസസ് എന്ന് പറയുന്നത്. അപ്പം അത് കാരണം ഉണ്ടാകുന്ന റിസ്ക് പലതരത്തിൽ ഉണ്ടാകാറുണ്ടെന്ന് പറഞ്ഞു. അതിലാദ്യത്തേതാണ് നാച്ചുറൽ കോസസ്. അതിൻ്റെ എക്സാമ്പിൾ, അതിന് ഇനി കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ടാന്ന് വിശ്വസിക്കുന്നു, കാരണം അതറിയാം. ദെൻ സെക്കൻഡ് വൺ ഈസ് ഹ്യൂമൻ കോസസ്. ഹ്യൂമൻ കോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മനുഷ്യനിർമ്മിതമായ തടസ്സങ്ങൾ, അതിനെയാണ് നമ്മൾ ഹ്യൂമൻ കോസസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സ്ട്രൈക്ക് മനുഷ്യരുണ്ടാക്കുന്നതാണ് അല്ലേ. ആക്സിഡൻറ്റ്സ് ഉണ്ടാകുന്നു, സാധനങ്ങൾ കൊണ്ട് പോകുന്ന വഴിക്ക് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു, അത് മൊത്തം നശിച്ചു പോകുന്നു, അത് ഹ്യൂമൻ കോസാണ്. ദെൻ മിസ്റ്റേക്സ് ഉണ്ടാകുന്നത്, ഇവിടെ കൊടുക്കാനുള്ള സാധനം വേറൊരിടത്തെടുത്ത് കൊടുക്കുന്നു, അത് ഹ്യൂമൻ കോസാണ്. ഇങ്ങനെയുള്ള ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം ഉണ്ടാകുന്ന റിസ്കിനെ അല്ലെങ്കിൽ ആ കാരണങ്ങളെയാണ് നമ്മൾ ഹ്യൂമൻ കോസസ് എന്ന് പറയുന്നത്. അറൈസസ് ഡ്യൂ ടു സം ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം ഉണ്ടാകുന്ന നഷ്ടങ്ങൾ. ദെൻ തേർഡ് വൺ ഈസ് എക്കണോമിക് കോസസ്. എക്കണോമിക് കോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ, സാമ്പത്തികപരമായിട്ടുള്ള മാറ്റങ്ങൾ കാരണം ഉണ്ടാകുന്ന. ഫോർ എക്സാമ്പിൾ എന്താണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് uncertainties relating to demand for product, competition, price, technology changes, etc. അപ്പോൾ
ഈ ഡിമാൻഡ് കുറയുന്നത് കൊണ്ട്, സാധനങ്ങളുടെ ഡിമാൻഡ് കുറയുന്നു, പ്രൈസിലുണ്ടാകുന്ന ചേഞ്ചസ്, ഇങ്ങനെയുള്ള പിന്നെ കോമ്പറ്റീഷൻസ്, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ചില നഷ്ടങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ എക്കണോമിക് കോസസ് എന്ന് പറയുക. Then fourth one is other causes. Risk due to political disturbances, mechanical failures, changes in exchange, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതാണ് നമ്മുടെ അതർ കോസസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, പൊളിറ്റിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അല്ലേ? നമ്മുടെ ചിലപ്പോൾ ബഡ്ജറ്റ്സൊക്കെ മാറാറുണ്ട്. ബഡ്ജറ്റ്സിൽ വരുന്ന വ്യത്യാസങ്ങൾ, ചില സാധനങ്ങൾക്ക് വില കൂട്ടണം, വില കുറയും, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ബഡ്ജറ്റിലൊക്കെ വരാറുണ്ട് അല്ലേ? അപ്പം അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന നഷ്ടങ്ങളെയാണ് നമ്മൾ അതർ കോസസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇത്രയാണ് നമ്മളുടെ റിസ്ക് കോസസ് എന്ന് പറയുന്നത്. എത്ര തരത്തിലുള്ള കോസസ് ആണ്? നാച്ചുറൽ കോസസ്, ഹ്യൂമൻ കോസസ്, എക്കണോമിക് കോസസ് ആൻഡ് അതർ കോസസ്. ഈ 4 തരത്തിലുള്ള റിസ്ക് കോസസ് ആണ് ഉള്ളത്. അപ്പോൾ കോസസ് ഓഫ് റിസ്ക് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത്രയും ഈ 4 പോയിന്റ് നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് നാച്ചുറൽ കോസസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് എ ബിസിനസ്, ബേസിക് ഫാക്ടേഴ്സ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ബിസിനസ്സിനെ കുറിച്ചാണ് അല്ലേ? ഇനി ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ബിസിനസ്, ഇപ്പോൾ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നുകയാണ് ഒരു ബിസിനസ് തുടങ്ങിയേക്കാം. അങ്ങനെ തോന്നുമ്പോൾ നമ്മൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ബേസിക് ഫാക്ടേഴ്സ്, അതാണ് ഈ പറയുന്നത്. അതിനകത്ത് ആദ്യത്തെ എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ, സെലക്ടിങ് ഓഫ് ലൈൻ ഓഫ് ബിസിനസ്. ഞാൻ എന്ത് ബിസിനസ്സാണ് തുടങ്ങാൻ പോകുന്നത് എന്നുള്ള ഒരു ഐഡിയ എനിക്കുണ്ടാവണം അല്ലേ? ഞാൻ എന്ത് തരത്തിലുള്ള ബിസിനസ്, ചെറുതായിട്ടാണോ, അല്ലെങ്കിൽ എന്താണ്, ഞാൻ തുണിക്കച്ചവടമാണോ, അല്ലെങ്കിൽ അച്ചാർ കമ്പനിയാണോ, ബിസിനസ് എന്ത് ബിസിനസ്സാണ് എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഉണ്ടാവണം. ഓക്കെ, അതാണ് സെലക്ടിങ് ഓഫ് ലൈൻ ഓഫ് ബിസിനസ്. രണ്ടാമത്തേത് സൈസ് ഓഫ് ദ ഫേം ആണ്. സൈസ് ഓഫ് ദ ഫേം, ഈ ഞാൻ തുടങ്ങാൻ പോകുന്ന ബിസിനസ് എന്ന് പറയുന്നത് അത് ഭയങ്കര വലിയതായിട്ട്, ലാർജായിട്ട് തുടങ്ങാനാണോ എൻ്റെ ഉദ്ദേശം, അതോ ഞാൻ ഒരു ചെറിയ സംരംഭമായിട്ട് തുടങ്ങാനാണോ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിശ്ചയിക്കുക എന്നതാണ് രണ്ടാമത്തെ സൈസ് ഓഫ് ദ ഫേമിൽ വരുന്നത്. മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഓണർഷിപ്പാണ്. എന്താണ് ഓണർഷിപ്പ് എന്ന് പറയുന്നത്? ഞാൻ ഒറ്റയ്ക്ക് തുടങ്ങണോ, അതോ വേറെ ആരെങ്കിലും വെച്ച് 2-3 പേരെ വെച്ച് തുടങ്ങണോ, അങ്ങനെയൊക്കെ ഉള്ള ആരായിരിക്കണം ഇതിൻ്റെ ഓണർ എന്നുള്ള ഡിസിഷനാണ്. ദെൻ നാലാമത്തത് ലൊക്കേഷൻ. ഞാൻ തുടങ്ങാൻ പോകുന്ന സാധനത്തിന് ഡിമാൻഡുള്ള ഒരു പ്ലേസ് ആണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത് അല്ലേ? ആൾതാമസമില്ലാത്തൊരു സ്ഥലത്ത് പോയി ഞാൻ വല്ല അച്ചാർ കമ്പനിയോ എല്ലാം തുടങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? അവിടെ ആരെങ്കിലും വാങ്ങാൻ വരുന്നുണ്ടോ? ഇതില്ലെങ്കിൽ ഞാൻ അത്രയും പൈസ ചിലവാക്കി ഇനി ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് കൊണ്ടെത്തിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ബിസിനസ് തുടങ്ങുന്നു അതിന് പറ്റിയ ഒരു ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. അതാണ് ഈ നാലാമത്തേൽ വരുന്നത്. ദെൻ അഞ്ചാമത്തത് വരുന്നത് ക്യാപിറ്റൽ നീഡ്സ് ആണ്. ക്യാപിറ്റൽ നീഡ്സ് എന്ന ഉദ്ദേശം നമുക്ക് എത്ര പൈസയാകും എന്നുള്ളത് നമ്മൾ മൈൻഡിൽ വെക്കണം. അപ്പോൾ അതെങ്ങനെ കിട്ടും ഒക്കെ എന്നുള്ള ക്യാപിറ്റൽ നീഡ്, എത്ര രൂപ അല്ലെങ്കിൽ എവിടെ നിന്ന് ഉണ്ടാക്കും, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ മൈൻഡിൽ ആലോചിച്ച് വെക്കണം. അതാണ് അഞ്ചാമത്തെ ക്യാപിറ്റൽ നീഡ് എന്ന് പറയുന്നത്. ആറാമത്തേത് ഫിസിക്കൽ ഫെസിലിറ്റീസ് ആണ്. ഫിസിക്കൽ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് ഫിസിക്കൽ ഫെസിലിറ്റീസ് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ? അതിനുള്ള പ്ലാന്റ് അല്ലെങ്കിൽ മെഷീൻസ് ഉണ്ടോ? ഞാൻ ഒരു പ്രോസസ്സിങ് യൂണിറ്റോ എല്ലാം തുടങ്ങുകയാണെങ്കിൽ അതിനുള്ള മെഷീൻസ്, അതിനുള്ള സംവിധാനങ്ങളൊക്കെ എൻ്റെ കൈവശമുണ്ടോ? അതെവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും? അതിന് എത്ര രൂപയാകും? ഫിസിക്കൽ ഫെസിലിറ്റീസ് ഇതെല്ലാം. അതായത് പിന്നെ അതുപോലെ വണ്ടിയുള്ള സ്ഥലങ്ങളാണോ, വാഹനങ്ങൾ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഉള്ള സ്ഥലങ്ങളാണോ, ഇങ്ങനെയൊക്കെ ഉള്ള ലൈറ്റ്, ഇങ്ങനെയൊക്കെ ഉള്ള ഇലക്ട്രിസിറ്റി ഫെസിലിറ്റി, ഇതൊക്കെ ഉള്ള ഒരു സ്ഥലമാണോ എന്നുള്ളത് ഞാൻ അനലൈസ് ചെയ്യണം. ദാറ്റ് ഈസ് ഫിസിക്കൽ ഫെസിലിറ്റീസ്. ഓക്കെ. ദെൻ സെവൻത്ത് വൺ ഈസ് പ്ലാൻഡ് ലേ ഔട്ട്. അതായത് ഞാനൊരു ബിൽഡിംഗ്, അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബിൽഡിംഗ് കെട്ടുന്നുണ്ടോ എങ്കിൽ അതിനുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ്, അത് എവിടെ കെട്ടണം, എങ്ങനെ കെട്ടണം,
ഒരു സ്ഥാപനമായിട്ട് തുടങ്ങാൻ ഞാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിനൊരു ഓഫീസ് വേണം അല്ലേ? അപ്പോൾ അതിനൊക്കെ ഉള്ള സംവിധാനങ്ങൾ ചെയ്യുക, അതിനൊരു പിക്ചർ വരച്ച് വെക്കുക, അല്ലെങ്കിൽ അതിനൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് പ്ലാന്റ് ലേ ഔട്ട് എന്ന് പറയുന്നതിനകത്ത് ഉൾപ്പെടുക. ദെൻ 8th വൺ ഈസ് കോമ്പീറ്റൻറ്റ് വർക്ക് ഫോഴ്സ്. എന്താണ്? നമുക്ക് ജോലി ചെയ്യാൻ വേണ്ടി നല്ല ഒരു വർക്കേഴ്സ് വേണം അല്ലേ? കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സ് വേണം, എന്നാൽ മാത്രമേ നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു വർക്ക് ഫോഴ്സിന് സെലക്ട് ചെയ്തെടുക്കുകയാണ് അടുത്ത നമ്മുടെ 8th സ്റ്റേജിൽ വരുന്നത്. നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത വേണ്ടത് വർക്ക് ഫോഴ്സ് ആണ് അല്ലേ? അതിന് വേണ്ട ആൾക്കാർ, നല്ല മാനേജർ വേണം, നല്ല സൂപ്പർവൈസർ വേണം, നല്ല വർക്കേഴ്സ് വേണം. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുകയാണ് അടുത്ത 8th സ്റ്റേജിൽ വരുന്നത്. ദെൻ 9th വൺ ടാക്സ് പ്ലാനിങ് ആണ്. നമുക്ക് കിട്ടുന്ന ലാഭം ഇത്രയൊക്കെ റിട്ടേൺ ഒക്കെ നമുക്ക് കിട്ടുമ്പോൾ, നമ്മൾ ഇത്രയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം? ടാക്സ് അടയ്ക്കണം അല്ലേ? അപ്പോൾ ടാക്സ് അടയ്ക്കുന്ന നമുക്ക് നമ്മുടെ കമ്പനി ഇൻഷുർ ചെയ്യണം, പിന്നെ അതേപോലെ ടാക്സ് എങ്ങനെ അടയ്ക്കണം, അത് എത്ര രൂപ അടയ്ക്കേണ്ടി വരും, ഇങ്ങനെയുള്ള ടാക്സ് പ്ലാനിങ് നമുക്ക് വേണം. ഓക്കെ. ദെൻ 10th വൺ ഈസ് ദ ലാസ്റ്റ് വൺ ഈസ് ലോഞ്ചിങ് ദ എൻ്റർപ്രൈസ്. ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇനി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്ഥാപനം തുടങ്ങുന്നു. അത് തന്നെയാണ് ലാസ്റ്റ് ലോഞ്ചിങ് ദ എൻ്റർപ്രൈസ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം ഇത്രയാണ് ഇത് നമുക്ക് ചോദിക്കുന്നത്. 5 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇത് എക്സ്പ്ലനേഷനായിട്ട് ചോദിക്കില്ല, ചിലപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു ഹെഡിങ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ 1-നകത്തുള്ള ടോപ്പിക്സ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ഒന്ന് നോക്കണം, എല്ലാം കൂടി വാരി വലിച്ച് പഠിക്കാതെ ഈ ഒരു പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ. അപ്പോൾ താങ്ക് യു.